Hi dears, welcome to our channel Eduz on the Commerce platform. Today we discussed preparation of final accounts of non-profit organization with adjustment. അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അത് ഏത് രൂപത്തിൽ നമുക്കതിനെ സോൾവ് ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബ്രൈറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഗിവ് യു ദെയർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതായത് ബ്രൈറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി അവരുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിലിതാ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെസിപ്റ്റും ഉണ്ട്, പേയ്മെൻറ്റും ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ്. അതായത് ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, പിന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്മൾ 2 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കാരണം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്നും ക്ലോസിംഗ് ബാലൻസ് എന്നും പറഞ്ഞിട്ട് ക്യാഷും എമൗണ്ടുകളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുകൂടി പറയുന്നുണ്ട്. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡഡ് December 31, 2017 ബൈ ഗിവിങ് അറ്റൻഷൻ ഫോർ ദി ഫോളോയിങ്. താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഏതൊക്കെയാണ് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറയണത്? ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, on 1/1/2017 the society owned a building worth rupees 50,000 ഓൺ ചെയ്തു. ഫർണിച്ചർ വർത്ത് rupees 20,000 ആൻഡ് ഇറ്റ് ഹാഡ് ക്രെഡിറ്റേഴ്സ് rupees 10,000. 50,000 രൂപേൻ്റെ ഫർണിച്ചർ ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, 20,000 രൂപയുടെ ഫർണിച്ചർ, 10,000 ക്രെഡിറ്റും അല്ലേ. സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡൊണേഷൻ ആൻഡ് ലെഗസീസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. ഡൊണേഷനും ലെഗസി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പറയാറുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾക്കത് ക്യാപിറ്റലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ആകുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം? റവന്യൂ ഐറ്റം ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ചെയ്യാം, പക്ഷേ ഇവിടെ അത് ക്യാപിറ്റലൈസ്ഡ് ഐറ്റമാണ്. അതുകൊണ്ട് നമ്മളത് ബാലൻസ് ഷീറ്റിലാണ് ചെയ്യേണ്ടത്. അത് നമ്മോട് പറഞ്ഞു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്രൂഡ് rupees 3,000. ഇൻട്രസ്റ്റ് അക്രൂഡ് ആയത് 3,000 രൂപ ഉണ്ട്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് rupees 1,000. അതായത് 1,000 രൂപ നമ്മൾ ഡ്യൂ ബട്ട് നോട്ട്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് കൊടുക്കാനുള്ളത് ഡ്യൂ ആയിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളത് എഴുതണം. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ടിക്ക് വരും അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ +1 പഠിച്ച കാര്യമാണ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് 2 പ്രാവശ്യം നമ്മൾ എൻ്റർ ചെയ്യും. ആ ഒരു കാര്യം എല്ലാവർക്കും അറിയണമല്ലേ. ഇനി പ്രധാനപ്പെട്ട ഒരു 4 ടിപ്സ് പറയാനുള്ളത്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒന്ന്, പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ടു ഫൈൻഡ് ഔട്ട് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്ന് അറിയാൻ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. പിന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഡൊണേഷനും ലെഗസീസും നമ്മൾ ക്യാപിറ്റലൈസ്ഡ് ചെയ്യണം. സോ ദിസ് ഐറ്റം മേ ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഡൊണേഷനും ലെഗസീസും ക്യാപിറ്റലൈസ്ഡ് ചെയ്തതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അതുകൂടി നോക്കുക. ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചാൽ ഇനി സിമ്പിളായിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും നമുക്ക് ഉണ്ടാക്കാം. ഈ പ്രധാനപ്പെട്ട ടിപ്പുകളും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് ഓർത്തെടുത്താൽ സുഖമായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഐറ്റംസ് ഏതൊക്കെ സൈഡിൽ എഴുതണമെന്ന്. പേയ്മെൻറ്റ് സൈഡ് ആദ്യം നോക്കാം. അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് പേ ചെയ്തതാണ്. അപ്പം നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഏത് സൈഡിലാണ് എഴുതുക? ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. ദെൻ ചാരിറ്റി എക്സ്പെൻസ്, അത് നമ്മുടെ എക്സ്പെൻസ് സൈഡിൽ തന്നെ എഴുതുക. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എഴുതൂല, അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടർ എഴുതാൻ പാടില്ല, അത് നമ്മുടെ ഒരു അസറ്റായിട്ട് എഴുതാം. റെൻറ്റ്
അത് നമ്മൾ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സൈഡിൽ സ്റ്റേഷനറി, പ്രിൻറ്റിങ് ഇതൊക്കെ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എഴുതുക. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ള റെൻ്റ് ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ, അതുകൂടി എഴുതാനുണ്ട്. പിന്നെ റെസിപ്റ്റ് ആൻഡ് സൈഡിൽ പിന്നെ സബ്സ്ക്രിപ്ഷൻസ് അല്ലേ, അത് നമ്മൾക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷനാണ്, അത് എഴുതണം. പിന്നെ ഡൊണേഷനും ലെഗസിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എഴുതണ്ട, അത് ക്യാപിറ്റലൈസ് ചെയ്തതുകൊണ്ട് ബാലൻസ് ഷീറ്റിലാണ് കൊടുക്കേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മുടെ ഒരു ഇൻകമാണ്, അതുകൊണ്ട് അത് നമ്മൾ ഇൻകം സൈഡിൽ എഴുതണം. ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതും നമുക്ക് കിട്ടിയ ഒരു ഇൻകമാണ്, ഒരു റവന്യൂ ഐറ്റം ആയതുകൊണ്ട് അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതണം. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരക്കാം. ഇതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡർ 31st December 2017 എന്നെഴുതി എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം, പിന്നെ 2 എമൗണ്ട് കോളം ഒക്കെ വരച്ചു. ഇതുപോലെ വരച്ചു വെക്കുക. എന്നിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം, അതായത് പേയ്മെൻറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണ് അല്ലേ. ഫസ്റ്റ് ഐറ്റം അഡ്വർടൈസ്മെൻറ്റ് ₹5,000, 5700 രൂപ അഡ്വർടൈസ്മെൻറ്റ് ചാർജ് നമ്മുടെ എക്സ്പെൻസ് ആണ്, അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതി. ദെൻ സെക്കൻഡ് ഐറ്റം ചാരിറ്റി എക്സ്പെൻസ് എന്ന് പറയുന്നുണ്ട് പ്രത്യേകം, അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ ചാരിറ്റി എക്സ്പെൻസസ് ₹4,000. ദെൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല. ദെൻ റെൻറ്റ് ₹6,000 ഉണ്ട്, പ്ലസ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട്, നമ്മൾ അവിടെ നോക്കണം. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഡ്യൂ ആയിട്ടുണ്ട്, നമ്മൾ കൊടുക്കാനുള്ളതാണ്, നമ്മൾ ഈ വർഷം കൊടുക്കാനുള്ളതായതുകൊണ്ട് നമ്മളത് എഴുതണം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ₹1,000, അപ്പോൾ 6,000 രൂപ റെൻറ്റും പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കൊടുക്കാനുള്ള 1,000 കൂട്ടി 7,000, ടോട്ടൽ 7,000 എന്ന എമൗണ്ട് കോളത്തിൽ ടോട്ടൽ എഴുതി. അടുത്ത പേയ്മെൻറ്റ് ഐറ്റം എന്താണ്? യെസ്, സ്റ്റേഷനറി ₹1,200, 1,200 രൂപ സ്റ്റേഷനറി പേയ്മെൻറ്റ് നടത്തി. ദെൻ പ്രിൻറ്റിങ് ചാർജ് അല്ലേ, അത് നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ ഉള്ളതാണ്, അത് നമ്മുടെ എക്സ്പെൻസ് ആണ്, ₹2,500, പ്രിൻറ്റിങ് ₹2,500. ഇനി ആ സൈഡ് കഴിഞ്ഞു അല്ലേ, പേയ്മെൻറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി നമ്മൾ റെസിപ്റ്റ് സൈഡ്, അത് നമ്മുടെ ഇൻകം ആണ് അല്ലേ. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതണ്ട, സബ്സ്ക്രിപ്ഷൻ ₹26,300, സബ്സ്ക്രിപ്ഷൻ ₹26,300. പിന്നെയോ ഡൊണേഷനും ലെഗസി എഴുതണ്ട, അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ₹1,600. പിന്നെ ആഡ് അക്രൂഡ്, അതായത് അക്രൂ ചെയ്തിട്ടുണ്ട്, അതായത് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല, ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അതുകൊണ്ട് അക്രൂഡ് ഇൻകം ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് 1,600 രൂപ കിട്ടിയിട്ടുണ്ട്, ഇനി 3,000 രൂപ കിട്ടാനുണ്ട്, അത് നമ്മുടെ ഇൻകം ആയതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്യണം, ₹3,000. അപ്പം 1,600 ആഡ് അക്രൂഡ് ₹3,000. അപ്പോൾ 1,600 പ്ലസ് 3,000 ഈസ് ഈക്വൽ ടു 4,600. ഓക്കെ, ഇനി അടുത്തത് ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലേ, ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയത് എത്ര രൂപ, നമ്മുടെ ഇൻകമാണ്, അത് എത്ര രൂപയാണ്, ₹500, അതും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മളെന്താ ചെയ്യുക, 2 സൈഡും ടോട്ടൽ ചെയ്യാം. 2 സൈഡും ടോട്ടൽ ചെയ്തു, അതായത് ഇൻകം സൈഡിലാണ് നമുക്ക് കൂടുതൽ, എത്രയാണ് 31,400. അപ്പോൾ 31,400 എന്ന് ഡെബിറ്റ് സൈഡിലും എഴുതി. പക്ഷേ എത്രയാ ശരിക്കും എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ എത്രയാ ശരിക്കും ടോട്ടൽ വന്നത്? 20,400 അല്ലേ, 20,400 രൂപയാണ്. അപ്പോൾ എത്രയാ ഡിഫറൻസ് വന്നത്? 31,400 മൈനസ് 20,400 എത്രയാ? 11,000. ദാറ്റ് ഈസ് അവർ സർപ്ലസ്.
അല്ലേ? അതായത് ഇൻകം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇൻകം വന്നാൽ നമ്മളതിനെ സർപ്ലസ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ സർപ്ലസ് ഈസ് ഈക്വൽ 31,400 മൈനസ് 20,400 ഈസ് ഈക്വൽ ടു 11,000, അല്ലേ? സർപ്ലസ് എന്ന് പറയുന്നത് അതായത് ഇൻകം 31,400ഉം എക്സ്പെൻഡിച്ചർ 20,400 ആണ് രണ്ടിൽ നിന്നുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് അവർ സർപ്ലസ്. അത് ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ, ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ അതിനെ പ്രോഫിറ്റ് എന്ന് പറയും. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്കതിനെ സർപ്ലസ് എന്ന് പറയാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് 2 അക്കൗണ്ടുകളാണ്. അതായത് ഒന്ന് ബാലൻസ് ഷീറ്റ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും. 2 ബാലൻസ് ഷീറ്റ് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ഒന്ന് പ്രിപ്പയർ ചെയ്യാം. റെഡി? എന്തിനാ നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? അതായത് നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിനാലേ നമുക്ക് നമ്മുടെ ഒറിജിനൽ ബാലൻസ് ഷീറ്റ്, ഫൈനൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടേ കാൽക്കുലേഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് ഇതുപോലെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. അതായത് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1/1/2017, അതായത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കിയത്? ഡേറ്റ് ഇട്ടത് 31 ഡിസംബർ 2017 ആണ്, അല്ലേ? ഇവിടെ നമ്മൾ കൊടുത്ത ഡേറ്റ് ശ്രദ്ധിക്കണം, 1/1/2017. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തേത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിൽഡിംഗ് 50,000 അസറ്റ് സൈഡിൽ, ദെൻ ഫർണിച്ചർ 20,000, അല്ലേ? നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്ന ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ബാങ്ക് തന്നിട്ടുണ്ട്. അതുപോലെ സാധാ ബാലൻസ് ഷീറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് തന്ന നമ്മുടെ ബാങ്കും ക്യാഷും എഴുതണം. അതായത് ബാങ്ക് ₹12,500, ക്യാഷ് ₹15,000. ഈ എമൗണ്ടോടെ അസറ്റ് സൈഡിൽ എഴുതി. ഇനി കൂടുതലായിട്ടൊന്നും എഴുതാനില്ല. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് നമ്മൾ അസറ്റ് സൈഡിലാണോ എഴുതുക? നോ, ദാറ്റ് ഈസ് അവർ ലയബിലിറ്റി. സോ ലയബിലിറ്റീസ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് ₹10,000 എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാം. അപ്പോൾ എത്ര വരിക? അസറ്റ് സൈഡിൽ 50,000, 20,000, 12,500 ആൻഡ് 15,000. എത്ര ടോട്ടൽ എമൗണ്ട്? യെസ്, 97,500, അല്ലേ? ഇവിടെയോ ലയബിലിറ്റി സൈഡിൽ ജസ്റ്റ് 10,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ കോളത്തിൽ 97,500 എഴുതി. ബാക്കി ബാലൻസ് എമൗണ്ട് എത്രയുണ്ട്? 87,500. എന്താണ് ആ ഫിഗർ? ദാറ്റ് ഈസ് ബാലൻസിങ് ഫിഗർ. ബട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ബാലൻസിങ് ഫിഗറിനെ നമ്മൾ എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ഫണ്ട് ഇസ് ഈക്വൽ ടു 87,500. ഓക്കെ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഫണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടി. അതിനെ നമ്മൾ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, നമ്മുടെ ഒറിജിനൽ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതണം. അതിലേക്കാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതണം. ഇതുപോലൊരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരക്കുക. ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്ക്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2017 എന്നാണ്. ഓക്കെ, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു? 1 ജാനുവരി 2017. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് 31 ഡിസംബർ 2017. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഐറ്റവും എഴുതാൻ പോവുകയാണ്. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള ഐറ്റം എഴുതണം. പിന്നെയോ 2 ടിക്ക് വരാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതാത്ത ഐറ്റംസും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അസറ്റ് സൈഡ് എഴുതാൻ പോവുകയാണ്.
അസറ്റ് സൈഡ് എഴുതുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്ന ഒരു ഡിക്കേ വന്നിട്ടുള്ളൂ അല്ലേ. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ഡിക്കേ വന്നിട്ടുള്ളൂ. ബിൽഡിംഗ് ₹50,000 അസറ്റ് സൈഡിൽ. ദെൻ ഫേർണിച്ചർ ₹20,000 2 ടിക്ക് വന്നു. ദെൻ പിന്നെ വരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എഴുതാത്ത ഐറ്റം ക്യാഷും ബാങ്കും ഓപ്പണിങ്ങിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നത് അഡ്വർടൈസ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്, ചാരിറ്റി എഴുതിയിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, പേയ്മെൻറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ₹32,000. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിലൊരു കാര്യം പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്രൂഡ്, അതായത് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, കിട്ടാത്ത ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്, അക്രൂഡ് ആയിട്ടുള്ള ഒരു ഇൻകം, അത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് ₹3,000. പിന്നെയോ കമ്പ്യൂട്ടർ അല്ലേ, കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടർ നമ്മുടെ ഒരു അസറ്റാണ്, ₹25,000. പിന്നെ ക്ലോസിംഗ് ആയിട്ടുള്ള ബാലൻസ്, പിന്നെ റെൻറ്റ് സ്റ്റേഷനറി ഒക്കെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതിയതാണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് അത് ബാങ്കും ഉണ്ട് ക്യാഷും ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ₹59,000 ക്ലോസിംഗ് ബാലൻസ് ആണ് എഴുതേണ്ടത്. കാരണം നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസും ആണ് എഴുതേണ്ടത്. ക്യാഷ് ₹25,000. അപ്പോൾ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി അല്ലേ. ബിൽഡിങ് 50,000, ഫേർണിച്ചർ 20,000, ഇൻവെസ്റ്റ്മെൻറ്റ് 32,000, ഇൻട്രസ്റ്റ് അക്രൂഡ് 3,000, കമ്പ്യൂട്ടർ ₹25,000, ബാങ്ക് ₹59,000, ദെൻ ക്യാഷ് ₹25,000. അങ്ങനെ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി സെയിം എമൗണ്ട് നമുക്ക് ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, അതായത് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് അല്ലേ, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നതാണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ₹5,000, 1000 രൂപ നമ്മൾ റെൻറ്റ് കൊടുക്കാനുണ്ട്, ബാലൻസ് ആണ്, അത് ലയബിലിറ്റിയാണ്, അത് നമ്മൾ എഴുതി. അപ്പോൾ 2 ടിക്ക് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റിന് വന്നു. ഒരിക്കൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ടിക്ക് ഇട്ടു അല്ലേ. ദെൻ ക്രെഡിറ്റേഴ്സ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നതുകൊണ്ട് 2 സൈഡിൽ എഴുതണം. നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും. അപ്പോൾ 2 ടിക്ക് അവിടെയും വന്നു. ക്രെഡിറ്റേഴ്സ് ₹10,000. ദെൻ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡൊണേഷൻ ക്യാപിറ്റലൈസ് ചെയ്തതുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് 60,000. ദെൻ ലെഗസി ക്യാപിറ്റലൈസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ എഴുതേണ്ടത്. അത് റവന്യൂ ഐറ്റം ആയിട്ടാണ് കണക്കാക്കിയിരുന്നെങ്കിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എഴുതേണ്ടിയിരുന്നു. ഇവിടെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്തതുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ എഴുതണം. ലെഗസീസ് ₹44,500. ഇനിയാണ് നമ്മൾ എഴുതേണ്ടത് സാധാരണ ബാലൻസ് ഷീറ്റിൽ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് അതാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ പ്ലസ് സർപ്ലസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അത് ഡെഫിസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പോൾ സാധാരണ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുന്നത് പോലെ അവിടെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട്. ദാറ്റ് ഈസ് 87,500, 87,500 രൂപ ക്യാപിറ്റൽ ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലസ് അതിലേക്ക് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നിന്നും നമുക്ക് കിട്ടിയ സർപ്ലസ് എമൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. മേ ബി അത് ഡെഫിസിറ്റ് ആണെങ്കിൽ, നഷ്ടമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൂട്ടി, കാരണം അത് സർപ്ലസ് ആണ്. അപ്പം ആഡ് സർപ്ലസ് ₹11,000. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 87,500 പ്ലസ് 11,000, യെസ് 98,000. ഇനി ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്ക്, എത്ര കിട്ടുക? 1,000 പ്ലസ് 10,000 പ്ലസ് 60,000 പ്ലസ് 44,500 പ്ലസ് 98,500. എത്രയാണ് ടോട്ടൽ? 2 സൈഡും. അതാണ് നമ്മുടെ വർക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ 2 സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടാലി ആവും. യെസ്, 2,14,000. ലയബിലിറ്റി സൈഡിലും 2,40,000, അസറ്റ് സൈഡിലും 2,14,000. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചെയ്ത വർക്ക്.
അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഒരു ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ. ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടും അഡ്ജസ്റ്റ്മെൻറ്റും തന്നു. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കി. അതോടൊപ്പം ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ഉണ്ടാക്കി അല്ലേ. ഈ രണ്ട് ബാലൻസ് ഷീറ്റും ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ചെയ്തതോടുകൂടി നമ്മുടെ ഈ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. നമ്മുടെ വർക്ക് ടാലി ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ശരിയായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ക്ലിയർ? ഇനി നിങ്ങൾ ഇതുപോലെ മറ്റു വർക്കുകൾ ചെയ്തു നോക്കുക. 1 2 ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ആദ്യം നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് 1 2 പ്രാവശ്യം കാണുക. ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ്റെ കൂടെ ടിപ്പൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് ഈ ക്ലാസ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2019 2019 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, ഒരു essay ക്വസ്റ്റ്യനാണ്. അപ്പം 100% നമുക്ക് ഉറപ്പുവരുത്താവുന്നൊരു ക്വസ്റ്റ്യൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ഫസ്റ്റ് ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, ദെൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഡിഫറെൻറ്റ് ടേംസ് യൂസിങ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഓരോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടേംസ്, അതായത് സബ്സ്ക്രിപ്ഷൻ, ലെഗസി, അങ്ങനെ കുറച്ച് ടേംസുകൾ നമ്മൾ പഠിച്ചു. ദെൻ സബ്സ്ക്രിപ്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഹൗ ടു ട്രീറ്റ് സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ചു. ദെൻ പ്രിപ്പയർ എ ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലേ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നു. നമ്മൾ നോൺ പ്രോഫിറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ആ ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓവർ. Then next class we will discuss the second chapter, accounting for partnership, basic concept. അതായത് അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.